ദൈവാത്മാവിന്റെ ആത്മാവിലേച്ചു ആവാപിതാവെന്നു ഞാൻ വിളിച്ചു. ദൈവാത്മാവിന്റെ ആത്മാവിലേച്ചു ആവാപിതാവെന്നു ഞാൻ വിളിച്ചു. ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ജീവജലത്തിൻ കരുണയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ കരുണയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാത്മികായ എന്നിൽ കത്തിപ്പരണമേ. സ്നേഹാത്മികായ എന്നിൽ കത്തിപ്പരണമേ. ജീവജലത്തിൻ കരുണയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ കരുണയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാത്മികായ എന്നിൽ കത്തിപ്പരണമേ. സ്നേഹാത്മികായ എന്നിൽ കത്തിപ്പരണമേ. ജീവജലത്തിൻ കരുണയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ കരുണയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ കരുണയായി നിറഞ്ഞു ജീവജലത്തിൻ കരുണയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പരണമേ. സ്നേഹാത്മികായ എന്നിൽ കത്തിപ്പരണമേ. സ്നേഹാത്മികായ എന്നിൽ കത്തിപ്പരണമേ. സ്നേഹാത്മികായ എന്നിൽ എല്ലാവരും ശബ്ദമുയർത്തി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിലുള്ള ത്രിവിധ അഭിഷേകം തുറക്കണമേ. ത്രിവിധ അഭിഷേകം തുറക്കണമേ. ത്രിവിധ അഭിഷേകം തുറക്കണമേ. ത്രിവിധ അഭിഷേകം തുറക്കണമേ. ത്രിവിധ അഭിഷേകം ഒപ്പിരിക്കാക്കി മാറ്റണമേ. ഞങ്ങളിലുള്ള രാജകീയ അഭിഷേകം, രാജകീയ അഭിഷേകം, പൗരോഹിത്യ അഭിഷേകം, പ്രവാചക അഭിഷേകം എല്ലാവരും ദാഹിക്കണം. രാജകീയ അഭിഷേകം, രാജകീയ അഭിഷേകം, രാജകീയ അഭിഷേകം, പ്രവാചക അഭിഷേകം, രാജകീയ അഭിഷേകം, പ്രവാചക അഭിഷേകം, രാജകീയ അഭിഷേകം, രാജകീയ അഭിഷേകം തുറക്കണമേ. രാജകീയ അഭിഷേകം തുറക്കണമേ. എല്ലാവരും ശബ്ദമുയർത്തി ഹൃദയം തുറന്ന് പൂർവാധികം ശക്തിയോടെ തുറന്ന് സ്തുതിക്കുമേ. അഭിഷേകം തുറക്കട്ടെ. രാജകീയ അഭിഷേകം തുറക്കട്ടെ. Open the kingdom anointing. Open the kingdom anointing. Open the kingdom anointing. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ലോകം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരങ്ങളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇപ്പൊ ആർക്കോ കഴുത്തിന്റെ
കഴുത്തിന് പെടലി എന്ന് പറഞ്ഞാൽ കഴുത്തുകൊണ്ട് ഒന്നല്ലേ, കഴുത്തിന് അല്ലെങ്കിൽ പെടലി ഇങ്ങനെ തിരിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരാളെ കർത്താവ് ഇപ്പോൾ ഈ സ്തുതിപ്പിന്റെ സമയത്ത് സൗഖ്യപ്പെടുത്തുന്നു. അങ്ങനെ ആരാണത്? ആരാണത്? 3-4 പേരുണ്ട്. ഒരാളിങ്ങോട്ട് വരാമോ? ആ സഹോദരി ഓടി വരാമോ? പിന്നെ ആരാണ്? 2-3 പേര് ഓടി വരൂ, ഒന്ന് പറയൂ എന്താ സംഭവിച്ചേ. അപ്പൊ ഇത് ഈ ഒരു വാക്യത്തിന്റെ സാക്ഷ്യമാണ്. പറയണോ? അതായത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ളതിന്റെ വിശ്വസിക്കാൻ വേണ്ടിയുള്ള അടയാളമാണ്. പറഞ്ഞോ. എനിക്ക് കുറച്ച് കാലമായിട്ട് ഒരു 3-4 വർഷമായിട്ട് ഈ പെരളിക്ക് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്നതിൻ്റെ ആണോ എന്നറിയില്ല, ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഹല്ലേലൂയ. സഹോദരി, എനിക്ക് ഇന്നലെ മൈഗ്രെയിൻ ആയിരുന്നു ഫുൾ ഡേ. അതിന് ശേഷം അത് നീരിറങ്ങി വേണ്ടിയിട്ട് പെട്ടെന്ന് ഭയങ്കര വേദനയായിട്ട് രാവിലെ സിസ്റ്റർ എനിക്ക് അടങ്ങി തന്നിട്ട് വേദന ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും അപ്പം എനിക്ക് വളരെ സൗഖ്യം തോന്നുന്നുണ്ട്. പെട്ടിലേക്ക് പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഇന്നലെ വൈകിട്ട് തുടങ്ങി ഇന്ന് രാവിലെ വരെ കഴുത്ത് ഭയങ്കര വേദനയായിരുന്നില്ല. കുഞ്ഞിരുന്ന് ഫുൾ ടൈം എഴുതിയിട്ടോ എനിക്ക് തോന്നുന്നു ഇന്ന് വരാൻ പറ്റുമോ എന്ന് പോലും സംശയിച്ചു. പക്ഷേ ഇപ്പം എനിക്ക് നല്ല ഫ്രീ ആയിട്ട്. എനിക്ക് സ്പോണ്ടിലോസിസിൻ്റെ പ്രശ്നമായിട്ട് 10-25 വർഷത്തോളമായിട്ട് എനിക്കിങ്ങനെ കഴുത്തിൻ്റെ ഭയങ്കര വേദന ഉണ്ടായിരുന്നു. സൂചിച്ചുകൊണ്ടിരിക്കും. എനിക്ക് വളരെ കുറവുന്നത്. വീണ്ടും കുറെ നാളായി ഇങ്ങനെ തിരിഞ്ഞു നോക്കത്തില്ല. അന്നേരം എല്ലാം ഇതിലെല്ലാം വേദന ഉണ്ടായിരുന്നു. പിന്നെ ഇവർക്കല്ല. ഇപ്പൊ ഇങ്ങനെ ബ്രദർ പറഞ്ഞ പേര് തിരിഞ്ഞു നോക്കിയപ്പോ ആ വേദന എനിക്ക് അനുഭവപ്പെട്ടില്ല. നമുക്കിരിക്കാം. അപ്പോ ഇതാണ് നമ്മുടെ ഈ ശുശ്രൂഷയിൽ ഉണ്ടാകേണ്ട വലിയ ഒരു ബോധ്യം. നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം, വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം. അവിടെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഒരു പ്രവചനമായിട്ടും പ്രബോധനമായിട്ടും ചില കാര്യങ്ങൾ നമ്മളിലൂടെ അങ്ങ് പറയും. അത് പെട്ടെന്ന് എല്ലാവർക്കും അത് സ്വീകരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എന്ത് പറയണത്? സകല അധികാരങ്ങളും സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് ലഭിച്ചിരിക്കുന്നു, ആ ഞാൻ യുഗാന്ത്യം വരെ നിങ്ങളോട്. നമുക്ക് വല്ല മീച്ചുണ്ടാകുന്നിട്ട് എന്നിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരാം. വല്ല ആവശ്യമുണ്ടോ? ആരാ നമ്മുടെ കൂടെ ഉള്ളത്? സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല അധികാരവുമുള്ള. അപ്പൊ അങ്ങനെ ആ വചനം അങ്ങ് വന്നിട്ടോ, ഞാനത് പ്രഖ്യാപിച്ചു, അത് വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചു. എനിക്കങ്ങ് കോരിത്തരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. അപ്പോ കർത്താവ് പറയാണ്, ഇതിനെ ഒന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ സൗഖ്യം തരുന്നുണ്ട്. അതാണ് നമ്മൾ അറ്റൻറ്റീവായിരിക്കണം, വളരെ അറ്റൻറ്റീവായിരിക്കണം. അപ്പോൾ പറയാണ്, ഇപ്പോൾ ഞാൻ ഇതിനെ സ്ഥിരീകരിക്കാൻ പോവുകയാണ്. അത് മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനമായ അവസാന വാക്കാണ്. മർക്കോസിന്റെ സുവിശേഷത്തിലെ അവസാന വാക്ക് എന്താണത്? അവർ ലോകമെല്ലാം പോയി സുവിശേഷം പ്രഘോഷിച്ചു, കർത്താവ് അവരോടൊപ്പം പ്രവർത്തിച്ച് അവർ പറഞ്ഞ കാര്യങ്ങളെ അടയാളങ്ങൾ സഹിതം സ്ഥിരീകരിച്ചു. അതല്ലേ ഇപ്പൊ നടന്നത്? ഇപ്പൊ നടന്നില്ലേ? അപ്പോ ഉടനെ നമുക്കത് സന്ദേശമായിട്ട്, അതാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ശുശ്രൂഷ ചെയ്യണമെന്ന് പറഞ്ഞത്. പരിശുദ്ധാത്മാവിനാലുള്ള അഭിഷേകത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷ നയിക്കുന്ന സമയത്ത് നമ്മളങ്ങ് കർത്താവിൻ്റെ ഈ കർത്താവ് അവരോടൊപ്പം പ്രവർത്തിച്ചു എന്ന് പറയണത് ഇവിടെ ശരിക്കും സംഭവിക്കുകയാണ്. വചനം കർത്താവ് തന്നെയാണ് പറയണത്. ഞാനും ഉദ്ദേശിച്ചതൊന്നും അല്ല അത്.
അത് കഴിഞ്ഞിട്ട് അത് സ്ഥിരീകരിക്കുന്നതിന് കർത്താവ് അടയാളം നൽകുന്നു. അപ്പോൾ കഴുത്തിൻ്റെ പെടലി ഇങ്ങനെ അവിടെ സൗഖ്യം ഉണ്ടാവുമെന്ന് കർത്താവ് പറയണം. ആ നേരത്ത് നമ്മൾ അയ്യോ ഞാനിത് പറയണോ, പറഞ്ഞിട്ട് ആരും നമുക്കുണ്ടാകാവുന്ന ഒരു പ്രാക്ടിക്കൽ പ്രശ്നമാണ്. ഇത് എൻ്റെ മനസ്സിൽ തോന്നിയതാവോ, ഇത് പറഞ്ഞിട്ട് ആരും വന്നില്ലെങ്കിലോ, ഇങ്ങനെയൊക്കെ നമുക്കുണ്ടാവും. ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു ആദ്യമൊക്കെ. പക്ഷേ ഞാനിത് പറയണോ, ഇത് പറഞ്ഞിട്ട് ആൾക്കാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവർ വരുമോ, സാക്ഷ്യപ്പെടുത്തോ, സാക്ഷ്യപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ ചമ്മിപ്പോവില്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അപ്പോൾ കർത്താവ് വീണ്ടും പറയും, ഇല്ല പറയും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഛർദ്ദിക്കണമായിരിയൊക്കെ പറഞ്ഞു പോകാൻ, സോറി ടു യൂസ് ദാറ്റ് വേർഡ്, കണ്ടോ, ആ വാക്ക് ഞാൻ ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷെ അത് വന്നുപോയി. നമ്മളെ ഛർദ്ദിക്കാൻ വന്നാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങ് ത്രോ, അതിന് ഇംഗ്ലീഷിൽ പറയാൻ ത്രോയിങ് എന്ന മാതിരിയാണ് ഈ പ്രവചനമൊക്കെ. ഓക്കെ, അപ്പം ഇത് ഒരു ട്രെയിനിങ് ആണ്. നമ്മൾ എന്ത് പ്രയർ ഗ്രൂപ്പിലായാലും ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമായാലും, ഇന്നലെ ഞാൻ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അച്ഛന്മാരെന്നെ വിട്ടില്ല, രണ്ടച്ഛന്മാർ. അവർ പറഞ്ഞ് ഇപ്പം തന്നെ ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അച്ഛന്മാർ ചോദിച്ചാൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചപ്പം ഭയങ്കര പ്രവചനങ്ങൾ വന്നു. അവിശ്വസനീയമായ പ്രവചനമാണ് വന്നത്. അപ്പം എന്നിട്ട് പറയാനേ, ഈ പ്രവചനത്തിൻ്റെ കൺഫർമേഷനായിട്ട് ആർക്കും കൈയുടെ തോളിലെ വേദന സൗഖ്യപ്പെടുത്തുന്നു. അപ്പോൾ അച്ഛൻ പറയണോ, അയ്യോ എനിക്ക് വേദനയായിട്ട് ഭയങ്കര പ്രയാസമായിട്ടിരിക്കാം. അച്ഛന് വേദന സൗഖ്യപ്പെട്ടു. അത് പിന്നെ വന്നോ? ഇല്ല, റൈറ്റ്, കണ്ടോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അച്ഛൻ്റെ വേദന സൗഖ്യപ്പെട്ടു. അപ്പം അവിടെ രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ പ്രവചനത്തിൻ്റെ സ്ഥിരീകരണമാണ്. പ്രവചനത്തിൻ്റെ സ്ഥിരീകരണം ഇത്രയും കിട്ടിക്കഴിഞ്ഞിട്ടും നമ്മൾക്ക് ചിലപ്പോൾ വിശ്വാസം ഉണ്ടാവില്ലായിരിക്കാം. വിഷമിക്കണ്ട, പ്രവചനം സംഭവിക്കും. ഇതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സക്കറിയ പുരോഹിതനായ സക്കറിയ വിശ്വസിച്ചില്ല, പക്ഷെ പ്രവചനം സംഭവിച്ചു. ഏത്? നിന്റെ ഭാര്യ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഈശോയുടെ മുന്നോടിയായിട്ട് പോകാനുള്ള ആളാണ്. പക്ഷേ സക്കറിയയ്ക്ക് വിശ്വാസമില്ല. വിശ്വാസം ഇല്ലാഞ്ഞതിൻ്റെ പേരിൽ സക്കറിയ മൂകനായിപ്പോയി. പക്ഷേ പ്രവചനം സംഭവിച്ചു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഞാനിതൊന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം, ഇനി അടുത്ത വർക്ക്ഷോപ്പിലേക്ക് കയറുന്നതിന് മുൻപ് നമ്മൾ ഈ 3 അഭിഷേകത്തെക്കുറിച്ച് കുറച്ചുകൂടി ബോധവൽക്കരിക്കണം. അത് കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് പ്രവചനവരത്തെക്കുറിച്ച് പഠിക്കണം. ഇത്രയൊക്കെയാണ് ലക്ഷ്യം. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ ആ ഒരു അഭിഷേകം നമ്മൾ മനസ്സിലാക്കി. കർത്താവ് ഈ പഴയ നിയമത്തിൽ സംഭവിച്ചതെല്ലാം പുതിയ നിയമത്തിൻ്റെ നിഴലായിരുന്നു എന്നുള്ളത് വിട്ടുകളയരുത്. ഞാനത് പാടണം വീണ്ടും. നിഴലാം നിയമം വിട്ടു നൂതന നിയമം പാലിച്ചവനാം പൗലോസ് ശ്ലീഹ തന്നുടെ മാതൃക നിങ്ങൾ കൈക്കൊണ്ടിടുവിൻ. ശൗലെന്നായൂതൻ നിയമം ചാർത്തും തിരശീലകളാൽ അന്ധൻ മിശിഹ അവനിൽ തന്നിയമത്താൽ കാഴ്ച പകർന്നു. ഇത് സിറോ മലബാർ കുർബാനയിൽ, ദാസ കുർബാനയിൽ ലേഖനം വായിക്കുന്നതിന് മുമ്പുള്ള
വ്യാഖ്യാന ഗീതമാണ്. ഓക്കെ, അപ്പോൾ ഈ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിഴല് പോലെ ആണെങ്കിലും അത് വിരൽ ചൂണ്ടുകയാണ്. എവിടേക്ക്? ക്രിസ്തുവിലേക്ക്. ക്രിസ്തുവിൽ അതെല്ലാം പൂർത്തിയായിരിക്കുന്നു. അപ്പോ അതിനെ നമ്മൾ മനസ്സിലാക്കണം. അന്ന് അതൊരു പ്രവചനമായിരുന്നു, അന്ന് അതൊരു ആരംഭമായിരുന്നു. ഉദാഹരണത്തിന് ഇസ്രായേൽ ജനത്തെ മോശ മോചിപ്പിക്കാൻ അവസാനം കർത്താവ് അരുളി ചെയ്തത്, ഇന്ന് രാത്രി നിങ്ങളുടെ വിമോചനമായിരിക്കും, ഇന്നൊറ്റ രാത്രി കൊണ്ട് നിങ്ങളെല്ലാവരും ഈജിപ്റ്റ് വിടും. ഇന്ന് രാത്രി എല്ലാ ഇസ്രായേൽ ഭവനങ്ങളും ഒരു കുഞ്ഞാടിനെ അറുത്ത് ആ കുഞ്ഞാടിന്റെ രക്തം നിങ്ങളുടെ കട്ടപ്പടികളിൽ മുദ്ര കുത്തണം. കട്ടപ്പടികളിൽ കുഞ്ഞാടിന്റെ രക്തം തളിച്ചിട്ടുള്ള ഭവനങ്ങളിൽ സംഹാരദൂതൻ പ്രവേശിക്കുകയില്ല. മറ്റുള്ള ഭവനങ്ങളിലെല്ലാം സംഹാരദൂതൻ പ്രവേശിച്ച് അവരുടെ ആദ്യജാതരെ നശിപ്പിക്കും, കൊന്നുകളയും. നിങ്ങൾ രക്ഷിക്കപ്പെടും. പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കണം. എന്താ പുളിപ്പുള്ള അപ്പം ഉണ്ടാക്കിയാൽ? പുളിപ്പുള്ള അപ്പം ഉണ്ടാക്കണമെങ്കിൽ ഇന്ന് കുഴച്ചു വെച്ചാൽ നാളെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത്രയ്ക്ക് സമയമില്ല. നാളെ ആകാൻ നോക്കിയിരിക്കരുത്. പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടാക്കാം. 10 മിനിറ്റ് കൊണ്ട് പൊടി കുഴച്ച് നേരെ കല്ലുമിട്ട് അപ്പമായി. അത് ഇരിക്കാതെ നിന്നുകൊണ്ട് തിന്നുകൊണ്ട് പോയിക്കൊള്ളണം, സമയമില്ല. അല്ലെങ്കിൽ ഫറവോയുടെ മനസ്സ് മാറും. പോയിന്റ് പറയുന്നത് എന്താ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ കുഞ്ഞാടിന്റെ രക്തത്തിന് അവിടെ ഇത്രയും വലിയ ഒരു അഭിഷേകവും ശക്തിയും വന്നത്? എന്തുകൊണ്ടാണ് ഈ കുഞ്ഞാടിന്റെ രക്തം അവരുടെ സംഹാരദൂതനിൽ നിന്ന് രക്ഷിച്ചത്? ആ കുഞ്ഞാട് യേശുക്രിസ്തു ആവുന്ന ദിവ്യ കുഞ്ഞാടാണ്. ആ യേശുക്രിസ്തു വരാനിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ അർപ്പിക്കാനിരിക്കുന്ന ബലിയുടെ യോഗ്യത അത്രയ്ക്ക് വലുതാണ്. ആ ബലി അർപ്പിക്കുന്നതിന് മുൻപ് തന്നെ അതിന്റെ പ്രസരണം, അർപ്പിച്ചു കഴിഞ്ഞാലുള്ള അഭിഷേകത്തിന്റെ പ്രസരണം പിന്നോട്ട് പോയി അവിടെ അത്ഭുതം നടത്തണം. അതുപോലെ തന്നെയാണ് മോശയോട് പറഞ്ഞു, മോശ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ ജനം മുഴുവനും നശിക്കുകയാണ്, അവർ തിന്മ ചെയ്തു, അവരെ രക്ഷിക്കണം, കരുണയായിരിക്കണം. ശരി, നീ ഒരു പിച്ചള സർപ്പത്തെ ഒരു കോലിൽ കെട്ടി ഉയർത്തുക. ആ പിച്ചള സർപ്പത്തെ നോക്കുന്നവരെല്ലാം സൗഖ്യപ്പെടും. അപ്പൊ എന്താണ് ആ പിച്ചള സർപ്പം? ആ പിച്ചള സർപ്പം ഉയർത്തെഴുന്നേൽക്കുന്ന കർത്താവാണ്. കുരിശിൽ മരിക്കുകയും ഉയർക്കുകയും ചെയ്ത കർത്താവ് ഈശോമിശിഹായുടെ പ്രതീകമാണ് ആ പിച്ചള സർപ്പം. അതിന് ടിപ്പോളജി എന്ന് പറയും, തിയോളജിയിൽ ടിപ്പോളജി. ആ പിച്ചള സർപ്പത്തെ കർത്താവ് അരുളി ചെയ്തതുകൊണ്ട് ആ പിച്ചള സർപ്പത്തെ നോക്കുന്നവരെല്ലാം വരാനിരിക്കുന്ന മുക്തിദാത രക്ഷകനായ യേശുക്രിസ്തുവിന്റെ പീഡാസകനം മരണത്തിന്റെ യോഗ്യത അതിന് മുൻകൂറായി നൽകപ്പെട്ടിട്ട് അതിനെ നോക്കുന്നവർക്കെല്ലാം സൗഖ്യം കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ അന്ന് അവർ പിച്ചള സർപ്പത്തെ നോക്കിയപ്പോൾ സൗഖ്യം കിട്ടിയെങ്കിൽ ഇന്ന് സത്യമായിട്ടും ആ യേശുക്രിസ്തുവിനെ നമ്മൾ നേരിട്ട് സ്വീകരിച്ച് ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഭക്ഷിക്കുന്ന നമുക്ക് എത്രയധികമായി സൗഖ്യവും അഭിഷേകവും ഉണ്ടാവില്ല. ഈ രീതിയിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോ അഹരോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി കഴുത്തിന്റെ പട്ടയിലൂടെ അങ്കിയിലേക്ക് ഒഴുകുന്ന
അഭിഷേക തൈലം പോലെയാണ്. ഈശോയുടെ അഭിഷേകത്തെക്കുറിച്ചാണിത്. ഈശോയുടെ അഭിഷേകത്തെക്കുറിച്ചുള്ള പ്രവചനമാണിത്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കി കാറ്റഗിസത്തിൽ 436 ക്രിസ്തു അഭിഷിക്തൻ. അതിൻ്റെ വിശദത്തിലേക്ക് ചെല്ലുമ്പോൾ ഒന്നുകൂടി വായിക്കുകയാണ്. അഭിഷിക്തൻ എന്നർത്ഥമുള്ള മെസ്സിഹ എന്ന ഹീബ്രു വാക്കിന്റെ ഗ്രീക്ക് പരിഭാഷയിൽ നിന്നാണ് ക്രിസ്തോസ്, ക്രിസ്തു എന്ന വാക്ക് വന്നിട്ടുള്ളത്. ഗ്രീക്ക് പദമാണ് ക്രിസ്തോസ്. അഭിഷിക്തൻ, അട്ടപ്പാടിയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു മാഗസിനാണ് അഭിഷിക്തൻ മലയാളത്തിൽ. അതിൻ്റെ ഇംഗ്ലീഷ് മതിപ്പിൻ്റെ പേരാണ് ക്രിസ്തോസ്. ഇത് രണ്ടിലും എൻ്റെ ഒരു ആർട്ടിക്കിള് എല്ലാ മാസവും വരുന്നുണ്ട്. അതുകൊണ്ട് അത് വായിക്കുന്നത് നന്നായിരിക്കും. അത് വളരെ പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് ഈ അഭിഷേകത്തെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആണ് അതിൽ പ്രത്യേകമായിട്ട് എഴുതുന്നത്. അപ്പോൾ ഇത് ഞാൻ വായിച്ചതുകൊണ്ട് പറയാണ്, അഭിഷിക്തൻ എന്ന മാഗസിൻ പ്രത്യേകിച്ച് വൈദികർക്ക് വേണ്ടിയാണ്, ആർക്കും വായിക്കാം. അതിന് ഇംഗ്ലീഷ് ക്രിസ്തോസ്. അപ്പോൾ ഈ വാക്കുകൾ 3, അഭിഷിക്തൻ, മെസ്സിഹ, ക്രിസ്തു, ഇതെല്ലാം ഒന്നാണ്. ഇത് സൂചിപ്പിക്കുന്ന ദിവ്യ ദൗത്യം യേശു പൂർണ്ണമായി നിർവഹിച്ചതിനാൽ ക്രിസ്തു എന്നത് യേശുവിന് യോജിച്ച സംജ്ഞയായി തീർന്നു. അതായത് അഭിഷിക്തൻ എന്നത് ക്രിസ്തുസ്, ക്രിസ്തു യേശുവാണ്. അപ്പൊ യേശു ആരാണ്? യേശു ക്രിസ്തുവാണ്. യേശു മെസ്സിഹായാണ്. ഇസ്രായേലിൽ പ്രത്യേകമായ ഒരു ദൗത്യത്തിനോ ആയി ദൈവത്തിന് സമർപ്പിതരായവർ അവിടുത്തെ നാമത്തിൽ അഭിഷിക്തരായിരുന്നു. അതായത് അഭിഷേകം ചെയ്യപ്പെട്ടിരുന്നു. രാജാക്കന്മാരും പുരോഹിതന്മാരും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രവാചകന്മാരും ഈ അഭിഷേകം സ്വീകരിച്ചിരിക്കുന്നു. ഇനി അതിൻ്റെ വിവരണമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, പുറപ്പാട് 29:7 നമ്മളത് വായിച്ചു. 29:7 പറയുകയാണ്. 29:7 അനന്തരം തൈലം തലയിലൊഴിച്ച് അവനെ അഭിഷേകം ചെയ്യുക. അതാണ് പൗരോഹിത്യ അഭിഷേകത്തിൻ്റെ ആദ്യത്തെ. തൈലം തലയിൽ ഒഴിച്ച്. അതുകൊണ്ടാണ് ക്രിസം മാസ് ഓരോ രൂപതയിലും വിശുദ്ധ വാരത്തിൽ പ്രസ്ബിറ്ററി, അതായത് എല്ലാ പുരോഹിതരും ബിഷപ്പ് പ്രധാന കാർമ്മികത്വത്തിൽ എല്ലാ പുരോഹിതരും ചേർന്ന് ക്രിസം ഈ തൈലത്തെ അഭിഷേകം ചെയ്തു. അപ്പോഴാണ് ആ തൈലത്തിൻ്റെ അഭിഷേകം. അതിൻ്റെ പ്രത്യേക പ്രാർത്ഥന ഉണ്ട്. ആ തൈലത്തിനെ അഭിഷേകം ചെയ്യുന്നു. അതാണ് പിന്നെ നമ്മൾ ഓരോ പള്ളികളിലും മാമോദീസായ്ക്കും തൈലലേപനത്തിനും അതുപോലെ തന്നെ വൈദിക പട്ടത്തിനും എല്ലാം ഉപയോഗിക്കുന്നത് ആ തൈലമാണ്. അപ്പോൾ അതിൻ്റെ അഭിഷേകത്തിൻ്റെ മുറയെല്ലാം പഴയ നിയമത്തിൽ തന്നെ അരുളി ചെയ്തപ്പെട്ടതനുസരിച്ചിട്ടാണ് ഇപ്പോഴും അത് ചെയ്യുന്നത്. ഇനി അടുത്ത വചനം ലേവായർ. അപ്പൊ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ വായിക്കുന്നില്ല, ഇല്ലേ? ഇത് നമ്മൾ വായിക്കണ്ട, ഇത് നിങ്ങൾ വായിച്ചോളൂ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് സമയമാവും. എങ്കിലും 1 സാമുവേൽ 9:16 വായിക്കാം. അത് 1 സാമുവേൽ സാവൂൾ രാജാവിനെ അഭിഷേകം ചെയ്ത സംഭവമാണ്. 1 സാമുവേൽ 9:16. അത് നമ്മൾക്ക് പ്രവാചകത്വത്തെ കുറിച്ചുള്ള പഠനത്തിലുള്ള സിലബസിലുള്ളതാണ്. നമുക്ക് 1 സാമുവേൽ 9:16.
വെയിറ്റ് ഞാൻ വായിക്കാം. ഞാൻ വായിക്കണം. 9:16. നാളെ ഈ സമയത്ത് ബെഞ്ചമിന്റെ നാട്ടിൽ നിന്ന് ഒരുവനെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. അവനെ നീ എൻ്റെ ജനത്തിന് രാജാവായി അഭിഷേകം. ഇതൊക്കെ വായിക്കുമ്പോൾ 2 കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇതെല്ലാം പ്രവചനമാണ്. ഇതെല്ലാം പരിശുദ്ധാത്മാവ് ഒരു പ്രവാചകനിലൂടെ പ്രവചിച്ചത് എഴുതി വെച്ചേക്കാം. അപ്പൊ അതിൻ്റെ മനോഹാരിത എന്താന്ന് വെച്ചാൽ തൊട്ട് അധികം താമസിയാതെ ആ പ്രവചനങ്ങളെല്ലാം പൂർത്തിയാകണം നമുക്ക് കാണാം. അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. പ്രത്യേകിച്ച് ഈ സാമുവേൽ 9, 10 അധ്യായം അതൊക്കെ പഠിക്കണം നമ്മൾ. അതിൽ പല കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, കർത്താവ് സാമുവേലിനോട് പ്രവചിക്കുകയാണ്. എന്താണ് പ്രവചിക്കുന്നത്? നാളെ ഈ സമയത്ത്. അപ്പോൾ 24 മണിക്കൂറിനകം സംഭവിക്കാൻ പോവുകയാണ്. നാളെ ഈ സമയത്ത് ബെഞ്ചമിന്റെ നാട്ടിൽ നിന്ന് ഒരുവനെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. അവനെ നീ എൻ്റെ ജനത്തിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യണം. ഫിലിസ്തീയരുടെ കരങ്ങളിൽ നിന്ന് അവൻ രക്ഷിക്കും. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കാണുകയും അവരുടെ നിലവിളി ഞാൻ ശ്രവിക്കുകയും ചെയ്തിരിക്കുന്നു. സാമുവേലിന്റെ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞത് ഇവനെ പറ്റിയാണ്. കണ്ടോ? പ്രവചനം, അതിൻ്റെ പൂർത്തീകരണം. ഇതൊക്കെ നമ്മൾ സ്വീകരിക്കണം. ചുമ്മാ അങ്ങ് വായിച്ചു പോയാൽ പോരാ. അപ്പോഴാണ് പൗലോസ് പറഞ്ഞ മാതിരി പ്രവചനങ്ങളെ നിരസിക്കരുത്. പരിശുദ്ധാത്മാവേ, നീ എത്ര മനോഹരമായി ഇത് ക്രമീകരിച്ചിരിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ രാജാവിനെ തിരഞ്ഞെടുക്കാൻ നമ്മളല്ലെങ്കിൽ ഇവിടെയൊക്കെ എന്തെല്ലാം ഇലക്ഷനും എന്തെല്ലാം ചെയ്തിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പില്ല. പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. ആ പ്രവചന പ്രകാരമുള്ള ആളെ അയക്കുന്നു. ആ ആളെ കാണുമ്പോൾ ഇയാളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ സാമുവേലിൻ്റെ ദൃഷ്ടിയിൽ കണ്ടപ്പെട്ടപ്പോൾ കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, ഇതാ ഇതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിന്നോട് പറഞ്ഞത് ഇവനെ കുറിച്ചാണ്. എൻ്റെ ജനത്തെ ഭരിക്കുവാൻ ഇവനാണ്, ഭരിക്കുന്നവൻ ഇവനാണ്. ശൗൽ പട്ടണവാതിക്കൽ വെച്ച് സാമുവേലിനെ സമീപിച്ചു, ചോദിച്ചു, ദീർഘദർശിയുടെ ഭവനം. ഈ സാവൂളിന്റെ കാര്യം. സാവൂൾ പട്ടണവാതിക്കൽ വെച്ച് സാമുവേലിനെ സമീപിച്ച് ചോദിച്ചു, ദീർഘദർശിയുടെ ഭവനം എവിടെയാണെന്ന് പറഞ്ഞു തരാമോ? കർത്താവിന്റെ കാര്യം പറ്റിയ ആളോടെ ചോദിക്കും. ദീർഘദർശി ആരാണ്? ദീർഘദർശി എന്ന് പറഞ്ഞാൽ ആരാ? പ്രവാചകൻ. അപ്പോ പരിശുദ്ധാത്മാവ് സാവൂളിനെയും ഒരുക്കിയിരിക്കുകയാണ്. നീ ഇന്ന ഭവനത്തിൽ ചെല്ലണം. ക്ഷമിക്കണം, ഇവിടെ പല ഇടാകുടത്തിൻ്റെ ഇടയ്ക്കാണ് ഞാനിത് വായിക്കുന്നത്. ലൈറ്റും ഇവിടെ കിട്ടണില്ല. സാവൂൾ പട്ടണവാതിക്കൽ എവിടെയാണ്? സാമുവേൽ പറഞ്ഞു, വെയിറ്റ് നിങ്ങൾ വായിച്ചുകൊണ്ട് കാര്യമില്ല. സാമുവേൽ പറഞ്ഞു, ഞാൻ തന്നെയാണ് അവൻ എന്ന് പറഞ്ഞ എല്ലാവരും ഞാൻ തന്നെയാണ് അവൻ. സമരിയാക്കാരിയോട് ഈശോ പറഞ്ഞ വായില്ലേ, ഞാൻ തന്നെയാണ് അവൻ. മലമുകളിലേക്ക് എൻ്റെ മുൻപേ നടന്നുകൊള്ളുക. ഇന്ന് എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണം. പ്രഭാതത്തിൽ മടങ്ങിപ്പോകാം.
അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറഞ്ഞു തരാം. 3 ദിവസം മുൻപ് കാണാതായ കഴുതകളെക്കുറിച്ച് ആകുലചിത്തനാകേണ്ട, അവയെ കണ്ടു കിട്ടിയിരിക്കുന്നു. ഇസ്രായേലിൽ അഭികാമ്യമായതെല്ലാം ആർക്കുള്ളതാണ്? നിനക്കും നിന്റെ പിതൃഭവനത്തിലുള്ളവർക്കും അല്ലയോ? ശൗൽ പ്രതിവദിച്ചു, ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറിയ ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടവനല്ലേ ഞാൻ? അതിൽ തന്നെ ഏറ്റവും എളിയ കുടുംബമല്ലേ എൻ്റേത്? പിന്നെ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ അങ്ങ് സംസാരിക്കുന്നത്? അനന്തരം സാമുവൽ അവരെ ഭക്ഷണശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 30ഓളം വരുന്ന അതിഥികളുടെ ഇടയിൽ പ്രമുഖ സ്ഥാനത്തിരുത്തി. പാചകനോട് അവൻ പറഞ്ഞു, ഞാൻ നിന്നോട് എടുത്തു വയ്ക്കാൻ പറഞ്ഞ ഭാഗം കൊണ്ടുവരിക. പാചകൻ കാൽക്കുറുക് കൊണ്ടുവന്നു, ശൗലിന് വിളമ്പി. സാമുവൽ പറഞ്ഞു, നിനക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നതാണിത്, ഭക്ഷിച്ചാലും. വിരുന്നുകാരോടൊത്ത് ഭക്ഷിക്കുന്നതിന് നിനക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. അന്ന് സാമുവലിനോടൊത്ത് ഭക്ഷിച്ചു. അവർ മലമുകളിൽ നിന്നിറങ്ങി പട്ടണത്തിലെത്തി. വീടിന്റെ മുകൾ തട്ടിൽ കിടക്ക തയ്യാറാക്കിയിരുന്നു. ശൗൽ അവിടെ കിടന്നുറങ്ങി. ഇനിയാണ് പ്രധാന ഭാഗം. ശൗൽ അഭിഷിക്തനാകുന്നു. പ്രഭാതമായപ്പോൾ സാമുവൽ വീടിന്റെ മുകൾ തട്ടിൽ ചെന്ന് ശൗലിനെ വിളിച്ചെഴുന്നേൽക്കുക, പോകേണ്ട വഴി ഞാൻ കാണിച്ചു തരാം. ശൗൽ എഴുന്നേറ്റ് അവനോടുകൂടെ വഴിയിലേക്ക് ഇറങ്ങി. നഗരപ്രാന്തത്തിലെത്തിയപ്പോൾ സാമുവൽ ശൗലിനോട് പറഞ്ഞു, ഭൃത്യനോട് മുൻപേ പോയിക്കൊള്ളാൻ പറയുക. അവൻ പോയി കഴിയുമ്പോൾ ഒരു നിമിഷം ഇവിടെ നിൽക്കുക. അപ്പോൾ ദൈവത്തിന്റെ വചനം ഞാൻ നിന്നോട് പറയാം. 10 സാമുവൽ ഒരു പാത്രം ഒലിവെണ്ണ എടുത്തു, ശൗലിന്റെ ശിരസിൽ ഒഴിച്ചു. അവനെ ചുംബിച്ചിട്ട് പറഞ്ഞു, കർത്താവ് തന്റെ ജനത്തിന്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേകിച്ചിരിക്കുന്നു. രാജകീയ അഭിഷേകം. അവിടുത്തെ ജനത്തെ ഭരിക്കുകയും, ഇനി നോയിക്കോട്ടോ, ആ രാജകീയ അഭിഷേകത്തിന്റെ കണ്ടന്റിൽ പ്രധാന ഒരു ഭാഗമാണ് അവിടുത്തെ ജനത്തെ ഭരിക്കുകയും എല്ലാ ശത്രുക്കളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യണം. അതാണ് മനസ്സിലായോ? രാജകീയ അഭിഷേകത്തിന്റെ ഉള്ളിൽ വേറെ ഇനി സംരക്ഷണ പ്രാർത്ഥന നടത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ആരുടെ, ഏത് രാജാവിന്റെ കീഴിലാണ്? ഈ പ്രപഞ്ചത്തെ മുഴുവനും ഭരിക്കുന്ന രാജാവിന്റെ ജനമാണോ നമ്മൾ? ആണോ? അപ്പൊ ആ രാജാവ് നമ്മളെ സംരക്ഷിക്കുവോ? എല്ലാ ശത്രുക്കളിൽ നിന്നും. അപ്പൊ രാജകീയ അഭിഷേകത്തിന്റെ ഈ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ശത്രുക്കളിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും ചെയ്യണം. തന്റെ അവകാശമായ ജനത്തിന് രാജാവായി കർത്താവ് നിന്നെ വാഴിച്ചിരിക്കുന്നു എന്നതിന്റെ അടയാളം ഇതായിരിക്കും. ഇനി കേട്ടോ, ഇനി വളരെ മനോഹര ഭാഗമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. ഇന്ന് നീ എന്നെ വിട്ടു പോകുമ്പോൾ ബെഞ്ചമിൻ നാട്ടിലെ സെൽസാഹിൽ റാഹേലിന്റെ ശവകുടത്തിന്റെ സമൂഹം 2 ആളുകളെ നീ കാണും. നീ അന്വേഷിച്ച കഴുതകളെ കണ്ടുകിട്ടിയെന്നും അവയെക്കുറിച്ചല്ല, എന്റെ മകൻ എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് നിന്നെക്കുറിച്ചാണ് നിന്റെ പിതാവ് ഉത്കണ്ഠാകുലനായിരിക്കുന്നതെന്നും അവർ നിന്നോട് പറയും. അവിടെ നിന്ന് താബോറിലെ ഓക്ക് വൃക്ഷത്തിന് സമീപത്തെത്തുമ്പോൾ ബഥേലിൽ ദൈവത്തിന് ബലിയർപ്പിക്കാൻ പോകുന്ന
3 പേരെ നീ കണ്ടുമുട്ടും. ഒരുവൻ 3 ആട്ടിൻകുട്ടികളെ എടുത്തിരിക്കും, രണ്ടാമൻ 3 അപ്പവും മൂന്നാമൻ ഒരു തോൽക്കുടവും വീഞ്ഞും. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ ഏതാണ്ട് എഴുതി വെച്ചമാതിരിയാണ് പ്രവാചകൻ പറയുന്നത്. കണ്ടോ, ഇതാണ് പ്രവചനം എന്ന് പറയുന്നത്. ഇത് പ്രവാചകനെ ആരും നേരത്തെ ചിന്തിപ്പിച്ചിട്ടല്ല. നമ്മൾ ദീർഘദർശി എന്ന് പറയുമ്പോ ഏതാണ്ട് ദൂരദർശൻ പോലെയുള്ളൊരർത്ഥമാണല്ലേ. ഞാനിതൊക്കെ വായിച്ചത് അന്തം വിടും. എൻ്റെ കർത്താവേ, നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ലെവലിലേക്ക് എത്തണേ? എങ്ങനെ നമ്മള് അപ്പൊ ഞാൻ പലരെ കണ്ടിട്ടുണ്ട്, ഇതേമാതിരി കൃത്യമായിട്ട് പറയുന്ന പ്രവാചകരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരെ ആരും അറിയില്ല, അറിയപ്പെടാത്തതായിട്ട് അവർ ജീവിക്കുകയാണ്. അവിടെ നിന്ന് ഓക്കെ, അവർ നിന്നെ അഭിവാദനം ചെയ്ത് 2 അപ്പം നിനക്ക് നൽകും, അത് നീ സ്വീകരിക്കണം. അനന്തരം ഫിലിസ്ത്യർ കൂടാരമടിച്ചിരിക്കുന്ന ഗിബയായിലുള്ള ദൈവത്തിന്റെ മലയിൽ നീ എത്തും. പട്ടണത്തിലേക്ക് കടക്കുമ്പോൾ സാരംഗി, ചെണ്ട, കുഴൽ, കിന്നരം എന്നീ വാദ്യമേളങ്ങളോടെ ഇനിയാണ് നമ്മുടെ അടുത്ത ഡിപ്പാർട്ട്മെന്റ് വരണത്. മലമുകളിൽ ഇറങ്ങി വരുന്ന ഒരു പ്രവാചക ഗണത്തെ നീ കണ്ടുകൊണ്ടും. പ്രൈസ് ദി ലോർഡ്. എന്താ പറയുന്നത്? ഒരു പ്രവാചക ഗണം. ഇന്ന് നിങ്ങൾ എല്ലാവരുമാണ് ഈ പ്രവാചക ഗണം. പ്രൈസ് ദി ലോർഡ്. എ ബാൻഡ് ഓഫ് പ്രോഫറ്റ്സ്. മനസ്സിലായോ? അവർ പ്രവചിച്ചുകൊണ്ടിരിക്കും. ഇതാണ് പ്രവാചക വരത്തിന്റെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോവുകയാണ്. നമ്മളിൽ പലരും ഇങ്ങനെ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. ഈ പ്രവാചക വൃന്ദം പ്രവചിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ അഭിഷേകം ഉണ്ടാവും. അഭിഷേകം ഉണ്ടാവുമ്പോ അതിന്റെ അടുത്ത് ചിലവരെല്ലാം ആ വലയത്തിലേക്ക് വന്നിട്ട് അവര് പ്രവചിക്കാൻ തുടങ്ങും. കേട്ടോ? അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. നീ അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായി നീ മാറും. നീ പ്രവചിക്കാൻ തുടങ്ങുമ്പോൾ നീ ആരാകും? നീ മറ്റൊരു മനുഷ്യനായി മാറും. എന്തുകൊണ്ട്? കർത്താവിന്റെ അഭിഷേകം. ഇപ്പൊ രാജകീയ അഭിഷേകം, പ്രവാചക അഭിഷേകം, ഇത് രണ്ടും സാവൂളിലേക്ക് ഇറങ്ങുമ്പോൾ ഈ സാവൂള് തന്നെ പറയാം, ഞാൻ ഈ ബെഞ്ചമിൻ ഗോത്രത്തിലെ ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തിലുള്ള ആളാണ്. കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് നോക്ക്. ബെഞ്ചമിൻ ഗോത്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഗോത്രമുള്ളതാണ്. ഓക്കെ, അങ്ങനെ നീ മറ്റൊരു മനുഷ്യനായി മാറും. ഇവ സംഭവിക്കുമ്പോൾ യുക്തം പോലെ ചെയ്തു കൊള്ളുക, ദൈവം നിന്നോട് കൂടെയുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. കാരണം ഇവനെ സാമൂല് തലയില് തൈലാഭിഷേകം ചെയ്ത് രാജാവാക്കി. ഇവനത് വിശ്വസിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ വേണ്ട ഉപോത്ബലകമായ അടയാളങ്ങളാണ് പടപടയെന്ന് ഒന്നൊന്നായിട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം എക്സാക്ട്ലി അതുപോലെ സംഭവിക്കുകയാണ്. സംഭവിക്കുമ്പോൾ ഇത് പുള്ളിയിലൊരു സെറ്റാകുകയാണ്, കൺഫേം ആകുകയാണ്. ഇനി കേട്ടോ, ഇത് പ്രവചനപരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ എന്നെ വളരെയധികം സഹായിച്ച ഭാഗമാണിത്. എനിക്ക് മുൻപേ നീ അത് സംഭവിക്കുമ്പോൾ യുക്തം പോലെ ചെയ്തു കൊള്ളുക, ദൈവം നിന്നോട് കൂട്ടിയിട്ട്. പിന്നെ ദൈവം നയിച്ചോളും. നിന്നെ പ്രവചനപരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ
ആത്മാവ് നയിച്ചോളും. അതാണ്. എനിക്ക് മുൻപേ ഗിൽഗാലിലേക്ക് നീ പോകണം, ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കാൻ ഞാനും വരുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വന്ന് കാണിച്ചു തരുന്നത് വരെ 7 ദിവസം നീ കാത്തിരിക്കുക. ഇനി കേട്ടോ, സാമൂലിന്റെ അടുക്കൽ നിന്ന് പോകാൻ തീരുമാനിച്ചപ്പോൾ ദൈവം അവന് ഒരു പുതിയ ഹൃദയം നൽകി. ഇതൊക്കെ ഹിസ്റ്റോറിക്കൽ സംഭവങ്ങളാണ്. ഇതൊക്കെ ഈ ഹൃദയം നൽകിയത് എന്തനുസരിച്ചിട്ടാണ്? കർത്താവ് ശൗലിനെ തന്റെ ജനതകളുടെ രാജാവായി അഭിഷേകം ചെയ്തപ്പോൾ ആ രാജകീയ അഭിഷേകത്തിന്റെ ആദ്യപടി എന്താണ്? അവന് ഒരു പുതിയ ഹൃദയം. ഇതൊക്കെ നമ്മൾ പറയും ലൈഫ് ഇൻ ദ സ്പിരിറ്റ് തന്നെയാണ്. LSS ഞാൻ LSS കഴിഞ്ഞു. എന്താ LSS എന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാർ. ആ ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാറിന്റെ ഒരു പ്രധാന ഘടകം എന്താ? പുതിയ സൃഷ്ടിയാകുക, പുതിയ മനുഷ്യനാകുക. അപ്പൊ ഇതിന്റെ എല്ലാം പഴയ നിയമ പശ്ചാത്തലങ്ങളാണ് ഈ പറയുന്നത്. ഒരുവനിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നു, രാജകീയ അഭിഷേകവും പ്രവാചക അഭിഷേകവും വന്നു കഴിഞ്ഞാൽ കേട്ടോ, അവൻ ആരായി? അവനൊരു പുതിയ ഹൃദയം ലഭിക്കണം. ഇതാണ് നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടത്. നമ്മളിൽ ആ പുതിയ ഹൃദയം കിട്ടിയിട്ടുണ്ടോ? അത് നമ്മൾ ഇപ്പോഴും ആ പഴയ മനുഷ്യനാണോ? ഇത് ഓക്കെ, പുതിയ ഹൃദയം നൽകി. സാമുവൽ പറഞ്ഞതെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. അതാണ് കേട്ടോ, സാമുവൽ പറഞ്ഞതെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. എന്തെല്ലാമാണ്? സാവൂളും പുത്യനും ഗിബയായിലെത്തിയപ്പോൾ പ്രവാചക ഗണത്തെ കണ്ടു. ആരെ കണ്ടു? ഒരു പ്രവാചക ഗണത്തെ കണ്ടു. മാത്രമല്ല, ഉടൻ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ശക്തമായി പ്രവർത്തിച്ചു. അവനും അവനോടൊത്ത് പ്രവചിച്ചു. സാവൂൾ പ്രവചിച്ചെന്നോ? ഇത് തന്നെയാണ് അന്ന് സംഭവിച്ചത്. സാവൂളിന് മുൻപ് സാവൂളിനെ മുൻപ് അറിയാവുന്നവരെല്ലാം അവൻ പ്രവചിക്കുന്നത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, കിഷിന്റെ മകൻ എന്ത് പറ്റി? ഇവിടെ എന്ത് പറ്റി? സാവൂളും പ്രവാചകനായോ? ഇതൊക്കെ തന്നെ നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ ഈ 5 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് നാട്ടിൽ ചെന്ന് കഴിയുമ്പോ പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാം ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അയക്കുന്നിടത്തേക്ക് നിങ്ങൾ പോകണം. ഇതിപ്പോ പ്രവചനമായിട്ടോ. ഇതേമാതിരി നിങ്ങളുടെ പള്ളിയിലോ പ്രാർത്ഥനാ ഗ്രൂപ്പിലോ പോയി പറയുമ്പോ, എടാ ഇത് നമ്മുടെ കിഴക്കേല പാറുണിയുടെ മോനല്ലേ, ഇവരെന്ത് പറ്റി? ഇവന്? ഇതാണ് ചോദിക്കാൻ പോണത്. ഇത് നമ്മളെ കിഷിന്റെ മോൻ സാവൂളല്ലേ, ഇവരെന്ത് പറ്റി? സാവൂളും പ്രവാചകനോ? അവിടുത്തുകാരിൽ ഒരാൾ ചോദിച്ചു, അവരുടെ പിതാവ് ആരാണ്? അങ്ങനെ സാവൂളും ഒരു പ്രവാചകനോ എന്നത് ഒരു പഴഞ്ചൊല്ലായി തീർന്നു. കണ്ടോ, സാവൂളും ഒരു പ്രവാചകൻ. അപ്പൊ ഇതിനന്ന് പോസിറ്റീവായിട്ട് എടുക്കേണ്ടത് എന്താ? സാവൂള് പോലും പ്രവാചകനായിരിക്കണം. പിന്നെയാണോ നമ്മള്? കിഷിന്റെ മോൻ സാവൂളും പ്രവാചകനോ? ആ പ്രവാചക വൃന്ദം, എ ബാൻഡ് ഓഫ് പ്രോഫറ്റ്സ്, അവരെ കുറിച്ച് പറയാൻ അവർ പ്രവചിച്ചുകൊണ്ടിരിക്കെ, ഈ പ്രവാചക വൃന്ദം ചായ കുടിച്ചിരിക്കുന്നിടത്തല്ല പോയി കാണുന്നത്. പ്രവാചക വൃന്ദം അവിടെ ചായ കുടിച്ചിരിക്കണ നേരത്ത് അഭിഷേകം ഉണ്ടാവില്ല. ഈ പ്രവാചക വൃന്ദം വരുന്നത് പ്രവചിച്ചുകൊണ്ടാണ് വരുന്നത്. ഒരാൾ ഇങ്ങനെ പറയണോ, അടുത്ത ആൾ ഇങ്ങനെ പറയണോ, ഒരാൾക്ക് വരതാൻ ഭയങ്കര രസമാണത്.
അങ്ങനെ അറ്റ്മോസ്ഫിയർ നിങ്ങൾക്കുണ്ടാകണം. എപ്പോഴുണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ. കഴിഞ്ഞ മാസം ജർമ്മനിയിൽ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഒരാളങ്ങ് പ്രവചിച്ചപ്പോഴേക്കും അടുത്ത് നിന്ന ആൾക്കാർക്ക് അഭിഷേകം വന്നിട്ട് അവരും പ്രവചിക്കാൻ തുടങ്ങി. അപ്പൊ ഒരാൾ ഭാഷാപരത്തിൽ പ്രവചിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ അതിന് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും വേറൊരാൾ പ്രവചിക്കാൻ തുടങ്ങി. അങ്ങനെ ആകെ കൂടി അവിടെ ഒരു എന്താ പറഞ്ഞ പാൻഡമോണിയം. ആം ഐ റൈറ്റ്? ഇല്ലേ? കറക്റ്റ് അല്ലേ? ഒരു പാൻഡമോണിയം. ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തായിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഒരു പ്രവാചക ബന്ധം പ്രവചിച്ചുകൊണ്ടിരിക്കെ അവര് നടന്നുകൊണ്ട് പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന അഭിഷേകത്തിന്റെ വെള്ളച്ചാട്ടത്തിന്റെ നടുവിലേക്ക് ഈ സാവൂളും വൃത്തിനും ഒന്ന് ചെന്നപ്പെടുകയാണ്. അപ്പോ ആ അഭിഷേകം സാവൂളിനെ കയറി പിടിച്ച് സാവൂളും പ്രവചിക്കാൻ തുടങ്ങി. ഈ സാവൂളിന് എന്നെ മനസ്സിലാവണ്ട, ഇതെനിക്ക് എന്ത് പറ്റി. അപ്പോ കണ്ടവര് പറയാണ്, ഇത് നമ്മുടെ കിച്ചിന്റെ മുകളിൽ എന്ത് പറ്റി. അതുപോലെ ഒരു അത്ഭുതകരമായ പ്രതിഭാസമാണ് ഈ പ്രവചനം. നമുക്ക് തന്നെ തോന്നുന്നത് എനിക്കെന്ത് പറ്റി, ഞാൻ എന്റെ കൺട്രോളിലല്ലാത്ത വിധം എന്റെ നാവ് എന്തോ സംസാരിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലാവുകയാണ് ഇത് ദൈവത്തിന്റെ അരുളപ്പാടാണല്ലോ. അതാണ് പ്രവചനപരം. സാവൂള് ചോദിച്ചോ ഈ വരം കിട്ടാൻ വേണ്ടി? പക്ഷേ സാമുവേൽ മുൻകൂട്ടി പറഞ്ഞിരുന്നു, ഈ പ്രവാചക ബന്ധത്തെ കാണുമ്പോൾ നീ അതിന്റെ കൂടെ ചെല്ലും, നീ പ്രവചിക്കും, അന്നു മുതൽ നീ ഒരു പുതിയ മനുഷ്യരായി മാറും. ഇവിടെ എന്നെ അട്രാക്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യം ഇതാണ്. സാമുവേലിനോടുകൂടെ പ്രവചിച്ച കാര്യം അന്ന് തന്നെ അവിടെ സംഭവിക്കണോ? കൃത്യമായിട്ട് ആ പ്രവാചക വൃന്ദം വരുന്നു, സാവൂൾ അവരോട് ചേരുന്നു, സാവൂൾ പ്രവചിക്കാൻ തുടങ്ങുന്നു. അയ്യോ, നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. അപ്പം ഈശോയുടെ ആ രാജകീയ അഭിഷേകം, പ്രവാചക അഭിഷേകം, പൗരോഹിത്യാഭിഷേകം, ഇതിനെക്കുറിച്ച് ബാക്കി ഭാഗം ഇനി ഞാൻ പിന്നെ പഠിപ്പിക്കാം. ഇപ്പൊ നമ്മൾ ഈ പ്രവാചക അഭിഷേകത്തെ ഇപ്പൊ തുടങ്ങിയല്ലോ, നമുക്ക് ഇതിനെ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് നമുക്ക് ഒരു ഗ്രൂപ്പിൽ പ്രവാചക അഭിഷേകത്തിന്റെ ഒരു ഗ്രൂപ്പിലേക്ക് നീങ്ങാം. അപ്പൊ ഇവിടെ ഇതിനെല്ലാം മുൻപ് മൂശയുടെ കാലത്ത് തന്നെ സംഖ്യയുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ ഒരു സംഭവമുണ്ട്. അത് ഇവിടെ ഇരിക്കുന്നു, അതിലൊരു അടയാളം വെച്ച മാതിരി ഇവിടെ ഇരിക്കുന്നു. സംഖ്യയുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 25 മുതലുള്ള വചനങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. മോശ പുറത്തു വന്നു, കർത്താവിന്റെ വാക്കുകൾ ജനത്തെ അറിയിച്ചു. കണ്ടോ, ഇത് പ്രവചനമാണ്. കർത്താവിന്റെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രവചനം. കർത്താവ് മോശയോട് അരുളി ചെയ്ത പ്രവചനം ജനത്തെ അറിയിക്കുകയാണ്. അവരുടെ നേതാക്കളിൽ നിന്ന് 70 പേരെ ഒരുമിച്ച് കൂട്ടി കൂടാരത്തിന് ചുറ്റും നിർത്തി. കർത്താവ്, ശരിയല്ലേ? കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവനോട് സംസാരിച്ചു. അവിടെ നിന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ ഒരു ഭാഗം എടുത്ത് ഒരു ഭാഗം 70 നേതാക്കന്മാരുടെ മേൽ പകർന്നു. ഇതാണ് പുതിയ നിയമത്തിൽ ഈശോ 72 പേരെ തെരഞ്ഞെടുത്ത് അയക്കണമെന്ന് പറയണത്. അതിന്റെ ആരംഭം
ഇവിടെ മുതലുണ്ട്. അപ്പോ ഇവിടെ രണ്ട് കാര്യം മനസ്സിലാക്കണം. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്നു. ഈ മേഘം പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. പഴയ നിയമത്തിൽ എവിടെയെല്ലാം മേഘം ഇറങ്ങി വരുന്നുണ്ടോ അത് അഭിഷേകത്തിന്റെ നിമിഷമാണ്. സോളമൻ ദേവാലയം കോൺസെക്രേറ്റ് ചെയ്യുമ്പോൾ മേഘം ഇറങ്ങി വന്ന് ആ ദേവാലയം മുഴുവനും നിറഞ്ഞു. മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പോലും പറ്റാത്ത മാതിരി മേഘം നിറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. Let the anointing of the Lord come down എന്ന് പറയുമ്പോൾ ഞാൻ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് പാടുന്നത്. കർത്താവിന്റെ അഭിഷേകം അന്ന് മേഘങ്ങളിലൂടെ ഇറങ്ങി വന്ന പോലെ ഇറങ്ങി വന്നുവെങ്കിൽ അതുപോലെ ഇത് കഴിഞ്ഞിട്ട് പറയാതെ അല്ലെങ്കിൽ വന്ന മാതിരി പോട്ടെ. അന്ന് മേഘത്തിൽ ഇറങ്ങി വന്നു. കാർമൽ മലയിൽ 400 പ്രവാചകന്മാർ കള്ളപ്രവാചകന്മാരായി ബാലിനെ ആരാധിക്കാൻ തുടങ്ങി. അതാണ് മറ്റൊരു പ്രശ്നം. അവസാനം ഒറ്റ പ്രവാചകനേ ഉള്ളൂ അവിടെ. അതാരാ? ഏലിയ. അപ്പൊ ജനങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ. ഈ ഒരു ആള് പറയണത് കേൾക്കണോ, 400 പ്രവാചകന്മാര് പറയണത് കേൾക്കണോ? അവര് പറയാണ് ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. പക്ഷെ ഒറ്റക്കെട്ടായിട്ട് ആരെ അവർ ആരാധിക്കണേ? ബാലദേവനെ ആരാധിക്കുക. ഇത് മനുഷ്യൻ മനസ്സിലാക്കുന്നുണ്ടോ? മനുഷ്യൻ നോക്കുന്നത് ഇവിടെ ഒറ്റക്കെട്ടാണ്. ഒറ്റക്കെട്ട് 400 പേര്. ഇവിടെയാണ് നമുക്കുണ്ടാകേണ്ട വിശ്വാസവും അതിൻ്റെ കാഴ്ചപ്പാടും. അപ്പോൾ എലിയ പറയാണ്, ഇന്ന് ഇതിനൊരു അവസാനം ഉണ്ടാക്കണം. നിങ്ങൾ എത്ര നാളിങ്ങനെ 2 വള്ളത്തിൽ കാലുവെക്കും? ഈ 400 പ്രവാചകന്മാർ പറയുന്നതാണോ സത്യദൈവം, അതോ ഞാൻ പറയുന്നതാണോ സത്യദൈവം? അതിനൊരു തീർപ്പുണ്ടാക്കണം. അതുകൊണ്ട് എല്ലാവരും മലമുകളിൽ കൂടണം, 2 ബലിപീഠം ഉണ്ടാക്കണം. ഈ 400 പ്രവാചകന്മാരും ബലിയർപ്പിക്കണം, പക്ഷെ തീ കൊളുത്തരുത്. ഞാനും ബലിയർപ്പിക്കും, എന്നാൽ തീ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരണം. ആരുടെ ബലിയിൽ തീ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നോ ആ ബലിയർപ്പണം, അതാണ് യഥാർത്ഥ ദൈവം. ഇസ്രായേൽ ജനം പറഞ്ഞു ആമേൻ, സമ്മതിച്ചിരിക്കണം. ഇനി ഒരു മുഹാഫല, ഒരു ചലഞ്ച്, ഒരു വെല്ലുവിളിയാണ്. കാർമൽ മലയുടെ മുകളൊന്ന് കാണണം. ഇപ്പോ അവാലമുദ്ധം ജനങ്ങൾ കൂടിയിരിക്കുന്നു. ഇവിടെ 400 പ്രവാചകർ ഭയങ്കര കോൺഫിഡൻസിൽ നിൽക്കുകയാണ്. ഞങ്ങൾ ബലിയർപ്പിക്കുമ്പോ തീ വരും. അവരോട് പറഞ്ഞു നിങ്ങൾ അവർ കാളയെ കൊന്നു, ബലിയർപ്പിച്ചു, അവരവരുടെ ദേവനോട് പ്രാർത്ഥിച്ചു, തീ വന്നില്ല. ഏലിയ കളിയാക്കി അവരോട്, എവിടെ പോയി നിങ്ങളുടെ ദൈവം? കക്കൂസിക്ക് പോയോ? തന്നെയായി കേൾക്കണേ. ടോയ്ലറ്റിൽ പോയോ? അത് ഉറങ്ങാണോ? മതി. അപ്പൊ അവര് കൂടുതൽ തുള്ളി, മേത്തൊക്കെ മുറിച്ച് തുള്ളാൻ തുടങ്ങി. പക്ഷേ തീ വന്നില്ല. ഇനി മനസ്സിലാക്കണം, ഇതാണ് പ്രവാചക ദൗത്യത്തിന്റെ ഒരു പ്രധാന കാര്യം. എത്ര പേരെന്നുള്ളതല്ല, ഒരു പ്രവാചകൻ മതി. അവൻ ദൈവവുമായിട്ടുള്ള സംബന്ധത്തിൽ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ഈ പ്രവാചകൻ ഏലിയ അതിനു ശേഷം പറയുകയാണ്, കർത്താവേ, ഇത് ആരാധനക്രമത്തിൽ, പ്രത്യേകിച്ച് മലങ്കര ആരാധനക്രമത്തിലെ പ്രാർത്ഥന ഇതാണ്.
കർത്താവേ ഉത്തരമരുളണമേ, ഉത്തരമരുളണമേ, ഉത്തരമരുളണമേ. ഇങ്ങനെ 3 പ്രാവശ്യം പ്രാർത്ഥിക്കും. അത് തന്നെയാണ് ഇവിടെ ഏലിയ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, അങ്ങ് അരുളി ചെയ്ത പോലെയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ ജനത്തിന് ബോധ്യമാകണം യഥാർത്ഥ ദൈവം അങ്ങ് തന്നെയാണെന്നും അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം അങ്ങ് തന്നെയാണെന്ന് ഈ ജനം ഇന്ന് മനസ്സിലാക്കാൻ അങ്ങ് അരുളി ചെയ്ത പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഉത്തരമരുളണമേ, കർത്താവേ ഉത്തരമരുളണമേ, കർത്താവേ ഉത്തരമരുളണമേ. അങ്ങ് അഗ്നി അയക്കണമേ. അഗ്നി ഇറങ്ങി വന്നു, അഗ്നി ഇറങ്ങി വന്നു, യാഗവസ്തുക്കളെ മുഴുവനും ദഹിപ്പിച്ചു. അതാണ് കുർബാനയിലെ എപ്പിക്ലെസിസ്. പരിശുദ്ധാത്മാവ്, അങ്ങയുടെ പരിശുദ്ധാത്മാവ് യാഗവസ്തുക്കളിൽ ഇറങ്ങി വരണേ. ഫിസിക്കലായിട്ട് അഗ്നി ഇറങ്ങി വന്നു. അന്നു മുതലാണ് പരിശുദ്ധാത്മാവിന്റെ ചിഹ്നം, ഒരു ചിഹ്നം അഗ്നിയായതും ആ അഗ്നി ശുദ്ധീകരിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന അഗ്നിയാണ്. ഈ അഗ്നി ഈ യാഗവസ്തുക്കളെ മുഴുവനും ദഹിപ്പിച്ചു എന്ന് മാത്രമല്ല, അവിടെ കൂടിയിരുന്ന എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ തിരിച്ചറിവുണ്ടായി. അവരെല്ലാവരും സാഷ്ടാംഗം വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവാണ് ദൈവം, കർത്താവ് മാത്രമാണ് ദൈവം എന്ന് അവർക്ക് തെളിവായി. ഇതാണ് പ്രവാചക ദൗത്യം. 400 പ്രവാചകരെ ഓടിച്ചിട്ട് കൊന്നു. 400 പേരോ ഒരു പ്രവാചകനും. ആർക്കാ ശക്തി? അപ്പോൾ നമ്മുടെ പ്രവാചക ദൗത്യത്തിന്റെ വളരെ ശക്തമായ ഒരു പ്രബോധനമാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത്. എത്ര നമ്പർ ഉണ്ടെന്നുള്ളതിലല്ല, നമ്മൾ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. അപ്പോ ഇനി വരുവിൻ, വീണ്ടും സംഖ്യ 11 വരുമ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, നീ നിന്നിൽ നിന്നും അവിടെ നിന്ന് മോശയോട് മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ ഒരു ഭാഗം എടുത്ത് നേതാക്കന്മാരുടെ മേൽ പകർന്നു. അപ്പോൾ അവരെല്ലാം പ്രവചിക്കാൻ തുടങ്ങി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പിന്നീട് അവർ പ്രവചിച്ചിട്ടില്ല. കണ്ടോ? അപ്പൊ അതാണ് പഴയ നിയമത്തിന്റെ ചില അവസ്ഥയും പുതിയ നിയമത്തിന്റെ അവസ്ഥയും. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന് നൽകിയത് എന്നേക്കുമായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഒരു പ്രാവശ്യം നമുക്ക് ലഭിച്ചാൽ അതൊരിക്കലും നിൽക്കുന്നില്ല. ഇവിടെ ഒരു പ്രാവശ്യം നൽകി, അത്യാവശ്യത്തിന് നൽകി, പിന്നെ ആവശ്യമുള്ളപ്പോൾ നൽകുന്നു. എന്നാൽ എൽദാദ് മേദാദ് എന്നീ 2 പേർ പാളയത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞു. അവർക്കും ചൈതന്യം ലഭിച്ചു. അവർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും കൂടാരത്തിന്റെ സമീപത്തിലേക്ക് പോയിരുന്നില്ല. അവർ പാളയത്തിനുള്ളിൽ വെച്ച് തന്നെ പ്രവചിച്ചു. എല്ലാവരും മേലാതും പാളയത്തിനുള്ളിൽ വെച്ച് പ്രവചിക്കുന്നുവെന്ന് ഒരു യുവാവ് ഓടിച്ചെന്ന് മോശയോട് പറഞ്ഞു. ഇത് കേട്ട് നൂനിന്റെ മകനും മോശയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരിൽ ഒരുവരുമായ ജോഷുവ പറഞ്ഞു, പ്രഭു, അവര് വിലക്ക്, അവരിതെ പ്രവചിക്കണം. മോശ ജോഷുവയോട് പറഞ്ഞു, ഇതാണ് ഇനി നമ്മൾ പഠിക്കേണ്ട വലിയൊരു കാര്യം. എല്ലാവരും ഒന്ന് കരം ഉയർത്തിയേ, എല്ലാവരും ഏറ്റുപറഞ്ഞേ, എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിന്റെ ജനം മുഴുവൻ
പ്രവാചകന്മാരാകുകയും അവിടുന്ന് തന്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? മോശയുടെ കാലത്ത് പറയാണ്, കർത്താവിന്റെ ജനം മുഴുവൻ പ്രവാചകന്മാരായിരുന്നെങ്കിലെന്ന്. ഇത് ആരുടെ ആശയ? മോശയുടെ ആശ എന്താ? ദൈവത്തിന്റെ തന്നെ ആഗ്രഹമാണ്. അപ്പൊ ഇത് ഈ പ്രവചനം ഇത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഒരാദ്യ ഭാഗമാണ്. ഈ ആശയാണ് ജോയൽ പ്രവാചകന്റെ കാലത്ത് ഒരു പ്രവചനമായി മാറി. എന്താ ഈ പ്രവചനം? കർത്താവിന്റെ ആത്മാവിനെ എല്ലാ ജനതകളുടെ മേലും ഞാൻ വർഷിക്കും, എല്ലാവരും പ്രവചിക്കും. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അപ്പൊ ഇതിന്റെ ഡെവലപ്മെന്റ് നോക്കൂ. ഈ മോശയുടെ കാലത്ത് മോശയിലൂടെ കർത്താവ് അരുളി ചെയ്യാണ്, എന്റെ ജനം മുഴുവൻ പ്രവാചകന്മാരായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. ആ ആശ ജോയൽ പ്രവാചകന്റെ കാലത്ത് മനറ്റ് വേണ്ടടുത്ത് ഇവിടെ ഇട്ടു. ജോയൽ പ്രവാചകനിലൂടെ